പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 68ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് പിറവത്തു നിന്നുള്ള ടോണിയ എന്നൊരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ടോണിയ അന്ന സാബു. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒരു അസാധാരണമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ഒരു പുതുതലമുറയിൽപ്പെട്ട ഒരു മകളുടെ സാക്ഷ്യമാണ്. കാരണം ആ മകളുടെ പ്രായത്തിൽ കവിഞ്ഞ ഒരു ആധ്യാത്മിക പക്വത ഈ മകള് മരിയൻ ഉടമ്പടി വഴി കാണിക്കുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ്. ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്ത് സൂക്ഷിക്കേണ്ട ഒരാവശ്യകത എന്താണെന്ന് ഈ ടോണിയയുടെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കള്, ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ, മരിയൻ ഉടമ്പടിയിൽ നിങ്ങളെപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് ദൈവത്തെയാണ്, നിയോഗങ്ങളെയല്ല. നിയോഗങ്ങളെയാണ് നമ്മൾ ലക്ഷ്യം വെച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നിയോഗങ്ങളുടെ മേലെ കാര്യമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ദൈവിക ഇടപെടൽ നിങ്ങൾ കാണാതെ വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകും. പക്ഷേ നിങ്ങൾ ദൈവസ്നേഹത്തിൽ അനുദിനം ഈ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നുവെങ്കിൽ, അതുമല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ സംരക്ഷിക്കുമെങ്കിൽ, ഈ മരിയൻ ഉടമ്പടി എന്നുള്ളത് നിങ്ങൾക്ക് വലിയൊരു ആധ്യാത്മിക സ്വത്താണ്. അത്തരത്തിലുള്ളൊരു സാക്ഷ്യമാണ് ഇന്ന് ഞാൻ ഈ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത്. ഈ മകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമില്ലാത്തൊരു മകളാണ്. നാട്ടിൽ നഴ്സിംഗ് പഠനമൊക്കെ പൂർത്തിയാക്കി 2 വർഷം എക്സ്പീരിയൻസുമായിട്ട് OET പാസ്സായി. അത് അമ്മയുടെ നടയിൽ നിന്ന് വന്ന് തന്നെയാണ് ആ മകൾ സാക്ഷ്യപ്പെടുത്തി പോകുന്നത്. അങ്ങനെ OET പാസ്സായി കഴിഞ്ഞ് ന്യൂസിലൻഡിലേക്ക് ക്യാപ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന, ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു പോകുന്ന ഒരു മകളാണ് ഈ ടോണിയ. ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യം തുടങ്ങുന്ന ഇപ്രകാരമാണ്. സോ ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനിരിക്കുന്ന ടൈമിൽ എൻ്റെ കൂട്ടത്തിൽ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് ന്യൂസിലൻഡ് വരുന്നു, ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇവർ ജോലി റിസൈൻ ചെയ്യാതെയാണ് ഇവരൊക്കെ വന്നത്, തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അവരൊക്കെ അങ്ങനെ ആ ഒരു സംഭാഷണങ്ങളിലൊക്കെ അവർ ഉൾപ്പെട്ടു. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാപ് കോഴ്സിന് ശേഷം അവിടെ ജോലി കിട്ടുമെന്ന് യാതൊരു ഉറപ്പൊന്നുമില്ല. കാരണം ന്യൂസിലൻഡിൽ ഓൾറെഡി ഇങ്ങനെ ജോബ് റിക്രൂട്ട്മെൻറ്റൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് ഇവർക്ക് കാര്യമായിട്ട് ദൈവത്തെ അറിയാത്തത് കൊണ്ടും അങ്ങനെ പ്രത്യേകിച്ച് ദൈവിക മേഖലയെക്കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെ ഒക്കെ കേട്ടണ്ടാണ് ഈ മകള് എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ ഈ മകള് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞാനൊന്നും അവരോടൊന്നും പറഞ്ഞില്ല. കാരണം എനിക്കറിയാം ഇവരാരുമല്ല ദൈവം, ഞാൻ മനുഷ്യരിൽ ആശ്രയിച്ചില്ല. അവരോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് മൗനം പാലിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എന്തൊക്കെ ജോബ് ഫ്രീസ് ആണെങ്കിലും എനിക്ക് എൻ്റെ തമ്പുരാനൊരു ജോലി തരും, എന്നെ വെറും കൈയോടെ ഒരിക്കലും നാട്ടിലേക്ക് വിടത്തില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ഉടമ്പടിയിരിക്കുന്ന മക്കൾ നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത. മരിയൻ ഉടമ്പടിയിൽ രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ്, 1, നിയോഗങ്ങളെയല്ല ദൈവത്തെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. 2, നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി അത് ഫിസിക്കൽ ഉടമ്പടി ആയിരിക്കണം. അപ്പോൾ ഫിസിക്കൽ എന്നൊരു വേർഡ് ബഹുമാനപ്പെട്ട അച്ഛൻ അത് എടുത്തെടുത്ത് പറയാറുണ്ട്. അതായത് എപ്പോഴും ആ ഒരു കോൺഷ്യസ്നെസ്, യു ആർ ഇൻ കവനൻറ്റ്. യൂത്ത് ഒരുപാട് മക്കളെ ഞാൻ ഈ പാസ് ചെയ്യുമ്പോഴും എന്നെ കാണാനൊക്കെ വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ്. ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ മക്കൾ, ഈ ഉടമ്പടി സാക്ഷിയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയവർ അവിടെ ചെല്ലുമ്പോൾ ഈ ഉടമ്പടി മറന്ന് ജീവിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അതെ, ഇവിടെയാണ് ഈ ടോണിയയുടെ സാക്ഷ്യം വ്യത്യസ്തമാകുന്നത്. ടോണിയ പറയുന്ന പ്രകാരമാണ്, ഈ മകളൊരു ഫിസിക്കൽ ഉടമ്പടിയിലാണ്. ഇവിടെ നിന്ന്
ന്യൂസിലൻഡിലേക്ക് ഫ്ലൈറ്റ് കയറി ചെല്ലുമ്പോൾ ആദ്യം ഈ മകൾക്ക് ഒരു ദൂതനെ ദൈവം അവിടെ ഏർപ്പാട് ചെയ്യിച്ചിരിക്കും. അതായത് ഈ മകളെ സന്ധിക്കുവാൻ. ആ ഒരു ചേച്ചി വഴിയാണ് അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം കിട്ടുകയും ഈ മകള് തുടർന്ന് ഈ ചേച്ചിയുടെ മറ്റൊരു കൂട്ടുകാരി വഴിയാണ് ന്യൂസിലൻഡിലേക്ക് പോകാൻ ഇവിടെ നിൽക്കുന്നതിന് പകരമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് അപേക്ഷിച്ച നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം കേൾക്കുന്നതും. അങ്ങനെ ഈ മകൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അവിടെയും ഒരു ദൂതനെ ദൈവം ഏർപ്പാട് ചെയ്യുന്നു. ഒരു കസിനെയാണ്. ആ കസിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ അവരൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മകൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി അടക്കമുള്ള കാര്യം, അക്കോമഡേഷൻ അടക്കം കിട്ടുന്ന ഒരു സമയച്ചുരുക്ക സാക്ഷ്യമാണിത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമതായിട്ട് ഈ മകൾ ഫിസിക്കൽ ഉടമ്പടിയിലാണ്. ന്യൂസിലൻഡിൽ ഈ മകൾ പറയുന്നുണ്ട് -° തണുപ്പിലോട്ടൊക്കെ പോകുന്ന സമയത്ത് 5 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താലുള്ളൂ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ 150 കൃപാസനം പത്രം വരെ ഈ മകള് ആ ഒരു ചുരുങ്ങിയ സമയത്തുള്ളിൽ ന്യൂസിലൻഡിൽ ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് പത്രം തീർത്തു എന്നാണ്. അത് ഞാനൊരു മരിയൻ മിഷണറിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ഹൈലൈറ്റ് ഫിസിക്കൽ ഉടമ്പടിയിലാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു തെളിവാണത്. രണ്ടാമതായിട്ട് ഈ മകൾ ജാക്കോബൈറ്റ് വിശ്വാസിയാണ്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ബൈബിള്, കൊന്ത, കാശുരൂപം. അപ്പം ഞാൻ യാക്കോബായ വിശ്വാസി ആയതുകൊണ്ട് ഞാൻ കൊന്ത എത്തിക്കാനൊക്കെ ആ സമയത്താണ് പഠിച്ചത്. ജാക്കോബൈറ്റ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ പ്രാർത്ഥന വേറെ പ്രാർത്ഥനയാണ്. കത്തോലിക്ക വിശ്വാസികളാണ് സാധാരണയായിട്ട് സായാഹ്നത്തിൽ കുടുംബമായി ഒന്നിച്ച്, മാർപ്പാപ്പന്മാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഒരുപാട് കാലഘട്ടങ്ങളിൽ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ആക്കണം ജപമാല എന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാർപ്പാപ്പന്മാർ ഔദ്യോഗിക രേഖകളിലൂടെ പുറത്തുവിട്ടത് ഇത് സഭയുടെ ഫാമിലി പ്രെയർ ആണെന്നാണ്. അതെ, കുടുംബം ഒന്നിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തെ ഒരു തിന്മയും വിഴുങ്ങുകയില്ല. അത് ഒരു സാക്ഷ്യങ്ങളല്ല, അനേകായിരം സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് എപ്പോഴും പറഞ്ഞു വിടാറുണ്ട്. ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ഈ ഉടമ്പടി അനുധാരികൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. അതായത് വൈകിട്ടത്തെ സായാഹ്ന പ്രാർത്ഥന, അത് ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നിങ്ങൾ പച്ചത്തിരി കത്തിച്ച് വെച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന ചെല്ലേണ്ടത് എന്ന്. അപ്പോൾ ഈ മകൾ അത് എടുത്തു പറയുന്നുണ്ട്. ഞാൻ ജപമാല പ്രാർത്ഥന പഠിച്ചു, അത് ചെല്ലാൻ തുടങ്ങി. അതായത് അമ്മയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഈ ന്യൂസിലൻഡിൽ നിന്നുകൊണ്ട് ഇതേപോലെ അവിടെ സ്കോപ്പില്ല, ജോബ് റിക്രൂട്ട്മെൻറ്റൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ഈ മകൾ ഒരു ചേച്ചി വഴിയായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ട്രൈ ചെയ്യുന്നതും. അതുപോലെ തന്നെയാണ് ദൈവമായിട്ട് തന്നെയാണ് ഈ മകൾക്കൊരു അക്കോമഡേഷൻ അവിടെ താൽക്കാലികമായിട്ട് ഒരു ചാച്ചൻ്റെ അടുത്ത് അക്കോമഡേഷൻ കിട്ടുന്നതൊക്കെ. ഈ മകൾ പറയുന്നുണ്ട് ആ പരിശുദ്ധ അമ്മയുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് സൂം ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അമ്മയുടെ കാശുരൂപം, അമ്മയുടെ തൈലം പൂശിയതുണ്ട്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ഈ ഓരോ ലഗേജിലും ഈ ഉടമ്പടി തൈലം ഞാൻ പൂശിയിരുന്നു, വിശ്വാസ പ്രഖ്യാപനം. അതായത് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാത്രം എന്നെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കൂടെയുള്ള ചേച്ചി ന്യൂസിലൻഡിലെ വിസ എക്സ്റ്റെൻഡ് ചെയ്യണോ, കാരണം എക്സ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, അതെ, ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലെ അമ്മ തക്ക സമയത്ത് ഇടപെടും, എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പറ്റും. ഈ മകൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്നില്ല ന്യൂസിലൻഡിലെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു റിട്ടേൺ ടിക്കറ്റുമായിട്ട് പോയ കൂടെയുള്ള ആൾക്കാരെ. അപ്പോൾ ഈ മകളുടെ വിശ്വാസ പ്രഖ്യാപനം അതാണ്. അങ്ങനെ ഈ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ റിജക്റ്റായ ഈ മകൾ റിജക്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഈ മകൾക്ക് നാട്ടിലെ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ, ഓസ്ട്രേലിയയുടെ നോംസ് ആൻഡ് പോളിസീസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മകൾ സ്വാഭാവികമായിട്ട് റിജക്റ്റ് ആവുന്നുണ്ടെങ്കിലും ഉടമ്പടിയുടെ ബലത്തിൽ ഈ മകളെ റിജക്റ്റ് ആക്കിയ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് ഈ മകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ജോലി കിട്ടി, പിന്നെ ഈ പറഞ്ഞതുപോലെ അക്കോമഡേഷൻ ശരിയാകുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചെല്ലുന്നിടത്തൊക്കെ പള്ളികളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട് മാതാവ്. ന്യൂസിലൻഡിലാണെങ്കിലും തൊട്ടടുത്ത് ഇംഗ്ലീഷ് മാസ് അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നു. ഓസ്ട്രേലിയയിൽ ഞാൻ നിൽക്കണ ചാച്ചൻ്റെ വൈഫ് ആൻറ്റി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അപ്പോൾ അവിടെയൊക്കെ -°, കൊടും തണുപ്പത്താണ് നമ്മൾ പോകുന്നത്. തണുപ്പൊന്നും നമുക്ക് വിഷയമല്ലെന്നേ, കാരണം മാതാവ് തന്ന ജോലിയല്ലേ, ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തരുമോ, പിന്നെ നമ്മൾ മാതാവിനെ ഉപേക്ഷിക്കുമോ? ഇല്ല. എന്നിട്ട് ഈ തണുപ്പത്ത് ഞാൻ
കുർബാനയ്ക്ക് പോവും, എല്ലാ സൺഡേയും പോവും, എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ മകള് പറയുകയാണ്, ഞാൻ അവിടെ ഉടമ്പടി ആഘോഷിക്കുകയാണ് ഇപ്പം. കാരണം ഇത്രയേറെ എന്നെ ഉയർത്തിയ 15-20 വർഷം പരിചയമുള്ള നേഴ്സുമാർക്ക് കിട്ടുന്ന സാലറിയേക്കാൾ ഉയർന്ന ശമ്പളത്തിലാണ് പരിശുദ്ധ അമ്മ യാതൊരു യോഗ്യതയും ഇല്ലാതെ ഒരു ചെറുപ്രായത്തിൽ 2 വർഷം എക്സ്പീരിയൻസ് മാത്രമുള്ള ഈ മകൾക്ക് ഒരുപാട് പേര് ജോലി ഇല്ലാതെ അവിടെ തന്നെ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇങ്ങോട്ട് വിളിച്ച് ഉയർന്ന ശമ്പളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15-20 വർഷം പരിചയമുള്ള നേഴ്സുമാർക്ക് കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിൽ ഈ മകളെ പരിശുദ്ധമ്മ നേരിട്ട് പ്ലേസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് പ്ലേസ് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്ന പോലെ ഈ മകൾ ഫിസിക്കൽ ഉടമ്പടിയിലാണ്. അത് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു അവബോധം. അത് മാത്രമാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വചനങ്ങളൊന്നും പറയുന്നില്ല. സുഭാഷിതങ്ങൾ 4:23. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ നീ കാത്തു സൂക്ഷിക്കുക. ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതാണ് വചനം. സുഭാഷിതങ്ങൾ 4:23. എപ്പോഴും നിങ്ങൾ മനനം ചെയ്യേണ്ട ഒരു തിരുവചന ഭാഗമാണ്. ഞാനൊരിക്കൽ പണ്ടത്തെ ഒരു കൃപാസനമുണ്ട്. പണ്ടത്തെ ഒരു കൃപാസനം ഇപ്പോഴത്തെ കൃപാസനം വ്യത്യാസം എന്ന് വെച്ചാൽ, പണ്ടെന്ന് പറഞ്ഞാൽ മരിയൻ തപസ് എന്നുള്ളൊരു ധ്യാനം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷമുള്ള ദിവസമാണത്. കാരണം എനിക്കിവിടെ ധ്യാന ശുശ്രൂഷ ഉണ്ട്, വചനം ക്ലാസ് എടുക്കാനുണ്ട്. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന ദിവസങ്ങളിൽ എനിക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നിലവിൽ നമുക്കറിയാം അപ്പുറത്ത് മരിയൻ ഗാർഡൻ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഇനി താമസിച്ചുള്ള ധ്യാനമൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ തലമുറയ്ക്ക് ഇനി വരാൻ പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടി. ഒരു 2012 കഴിഞ്ഞുള്ള കാലഘട്ടം മുതൽ ഈ മരിയൻ തപസ് ധ്യാനം നിൽക്കുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇതിൽ ധ്യാന ശുശ്രൂഷയുള്ള ദിവസങ്ങൾ താമസ ശുശ്രൂഷ ചെയ്യാനുള്ളൊരു അവസരം ദൈവപിതാവ് ഒരുക്കി തന്നു. അത്തരത്തിലുള്ളൊരു ദിവസം, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും കൂട്ടായ്മകളോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ താമസിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഇപ്രകാരം ഒരു ദിവസം ഇതേപോലെ കൃപാസനത്തിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്ദേശം എന്നെ തേടിയെത്തി. ആ സന്ദേശം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നെ പരിചയമുള്ളവരോടൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഞാനിങ്ങനെ മരിച്ച് ഒരു ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് കറുത്ത വെയിലുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഹാബിറ്റിന് എന്തുകൊണ്ടായി ബ്ലാക്ക് വെയിലാക്കിയത്? ഇത് ഓരോന്നും പരിശുദ്ധ അമ്മ ഓരോ കാലഘട്ടത്തിൽ കാണിച്ചു തന്നതനുസരിച്ചാണ് ഈ ഹാബിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ മരിച്ചു കിടക്കുകയാണ്. എൻ്റെ തലയിൽ കറുത്ത വെയിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങ് എങ്ങും എത്തിയിട്ടില്ല. എൻ്റെ ഈ ഒരു കോൺസെക്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇത് 2021 സമർപ്പിച്ച അപേക്ഷയുമേലാണ് എനിക്കിപ്പോൾ ഈ കോൺസെക്രേഷൻ കിട്ടിയത്. നീണ്ട 4 വർഷം ജെയിംസ് പിതാവ് എന്നെ വ്യക്തിപരമായി പഠിച്ചു. പിന്നെ ഫോർമേറ്ററിനെ നിശ്ചയിച്ച് എൻ്റെ ആത്മീയ അവസ്ഥകളൊക്കെ പഠിച്ച് പരിശോധിച്ച ശേഷമാണ് എനിക്ക് ഈ സമർപ്പണ കൂദാശയുടെ വലിയൊരു പ്രതിഷ്ഠ എൻ്റെ ഈ ശുശ്രൂഷ കർമ്മം നടത്തിയത്. അപ്പോൾ ഇത് ഞാൻ എങ്ങും എത്താത്തൊരു കാലഘട്ടത്തിൽ നടന്നൊരു സ്വപ്നമാണ്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ശവപ്പെട്ടിയിൽ കിടക്കുകയാണ്. എൻ്റെ തലയിൽ കറുത്ത വെയിലുണ്ട്. അങ്ങനെ കിടക്കുന്ന ആ ഒരു ദിവസം 2 സന്ദേശം ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ നിത്യതയിലേക്ക് യാത്രയാകുന്നൊരു സ്വപ്നമാണ്. രണ്ടാമത്തെ സന്ദേശം ഇതായിരുന്നു. അത് ഇങ്ങനെ എനിക്ക് കേൾക്കാം എൻ്റെ ആത്മാവിൽ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം എവിടെയുണ്ടോ അവിടെയെല്ലാം ജീവജലത്തിൻ്റെ ഉറവകളും പുറപ്പെടുന്നുണ്ട് എന്ന്. അതെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തെ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധാനം എന്തുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? കൃപാസനൊരു ധ്യാന കേന്ദ്രമാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമ്മൾ ഇതിനു മുമ്പ്, അതായത് കോവിഡിനൊക്കെ മുമ്പ് ഇവിടെ വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ വെച്ചിരുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് കൃപാസനം ദൈവാനുഗ്രഹ സന്നിധാനം എന്നാണ്. അച്ഛനൊരിക്കലും ഇത് ധ്യാനകേന്ദ്രമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇത് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്, ധ്യാനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളാണ് ഇത് റിട്രീറ്റ് സെൻ്ററാണെന്ന് പറഞ്ഞത്. പിന്നെ റിട്രീറ്റ് സെൻ്റർ ധ്യാനം നടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും റിട്രീറ്റ് സെൻ്റർ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മളും ആ ഒരു നാമം ഉപയോഗിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കൃപാസനം ഒരു ധ്യാനകേന്ദ്രം അതുമല്ലെങ്കിൽ ദൈവാനുഗ്രഹ സന്നിധാനം ആണോ എന്ന് ചോദിച്ചാൽ ആണ്.
അതിനേക്കാളൊക്കെ അപ്പുറത്ത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയമായതുകൊണ്ട് ജീവജലത്തിൻ്റെ ഉറവകൾ ഇവിടെ നിന്ന് നിർഗളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള പല ഇടങ്ങളിലും നിങ്ങളും പല പ്രത്യക്ഷീകരണ സന്നിധാനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും. അതിൽ ലൂർദുണ്ട്, അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ തൊട്ടടുത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യക്തി അവിടുത്തെ താമസിച്ചിരുന്ന ഒരച്ഛനാണ് ദർശനത്തിൽ 2 ഉറവകൾ ഒരു പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് തന്നെ കുഴിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം കിട്ടി എന്നുള്ളൊരു നടന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ, ജീവനോടെ ഉണ്ടോ, അവിടെയെല്ലാം ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വരുന്ന മക്കൾക്ക് ഒരു സീലോഹ അനുഭവം എന്ന് പറയുമ്പോൾ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റപ്പെടുന്ന ഒരു മാനസാന്തരത്തിൻ്റെ, അതുമല്ലെങ്കിൽ നമ്മളെ തന്നെ ഉടച്ചു വാർക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ഈ ജീവജലത്തിൻ്റെ ഉറവകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നതുകൊണ്ടാണ്. അതുതന്നെയാണ് ഈശോ ആ അന്ധനായ വ്യക്തിയോട് പറയുന്ന പോലെ, നീ പോയി സിലോഹ എന്ന് അർത്ഥമുള്ള, അയക്കപ്പെട്ടവൻ അർത്ഥമുള്ള കുളത്തിൽ പോയി നീ കഴുകി തിരിച്ചു വരിക. അവൻ പൂർവാധികം കാഴ്ചയുള്ളവനായിട്ട് തിരിച്ചു വന്നു. അതെ, ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ആ ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടുന്ന സ്ഥലമാണ്. ലൂർദിലെ പ്രത്യക്ഷീകരണം ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ആ മകളോടും പറയുന്നുണ്ട്, അവിടെ കുഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ ഉറവകൾ, അത് ജീവജലത്തിൻ്റെ ഉറവകളാണ്. അതായത് ക്രിസ്തുവാകുന്ന ആ യഥാർത്ഥ നീരുറവയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും. പരിശുദ്ധ അമ്മയ്ക്ക് ആഴമായ ഭക്തിയും ബഹുമാനവും ഒക്കെ ഒരു വ്യക്തി, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന വ്യക്തി നൽകുന്നതിലൂടെ ക്രിസ്തുവാകുന്ന ആ ഒരു ജീവജലത്തിലേക്കാണ് ഓരോ മക്കളും നയിക്കപ്പെടുക. അതെ, അവിടുത്തെ ആ തിരുഹൃദയത്തിലേക്കാണ് ഓരോ പ്രാർത്ഥനകളും മരിയൻ വണക്കങ്ങൾ എത്തിപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതരാണ്. ഈ സാക്ഷ്യം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ഈ ഒറ്റ വചനം, സുഭാഷിതങ്ങൾ 4:23. അതെ, നിന്റെ ഹൃദയത്തെ നീ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. ഒരുപാട് പാപ സാഹചര്യങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ അകപ്പെടുത്താൻ നോക്കി നിൽക്കുന്ന ഒരുപാട് സർപ്പങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഒരു ക്രിസ്തുവിനെ അറിയുന്ന മക്കൾ സ്വീകരിക്കേണ്ട ഒരു ജീവിത നിലപാടുണ്ട്. അത് നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കണം എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഈശോ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്, അതെ, സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം എന്നുകൂടിയാണ്. ശത്രുവിനെ ദ്വേഷിക്കാതെ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈശോ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന വലിയൊരു വചനത്തിൻ്റെ പാത എന്നുള്ളത്, അതെ, നിങ്ങളും എന്നെ പോലെ ആയിരിക്കണമെന്നുള്ളതാണ്. സ്വർഗസ്ഥനായ പിതാവ് എല്ലാവരോടും കരുണയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവരെന്നെ നിന്നെ ദ്വേഷിക്കുന്നവരുടെ ആ ഒരു പതനത്തിൽ നീ സന്തോഷിക്കരുത്. അതെ, അവരും ഒരു മാനസാന്തരത്തിൻ്റെ ഒരു പുതു സൃഷ്ടിയാക്കി വരാനുള്ള ഒരു വലിയ ആഗ്രഹം നീ ദൈവപിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. അങ്ങനെയാണ് നമ്മളും ആ ഈശോയുടെ മനസ്സുള്ള, ദൈവപിതാവിൻ്റെ മനസ്സുള്ള മക്കളായിട്ട് വളരുന്നത്. അതാണ് ഈ ഒരു പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിങ്ങൾ വരുമ്പോൾ ആർജിച്ചെടുക്കേണ്ട ആ ഒരു വലിയ കഴിവ് എന്നുള്ളത്. ഈ മകളുടെ പ്രത്യേകത അത് തന്നെയാണ്. ദൈവത്തിന് ഈ മകള് 1ാം സ്ഥാനം കൊടുക്കുന്നു. ഈ മകള് സാക്ഷി അവസാനിപ്പിക്കും ഇപ്രകാരം പറയുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാ സൺഡേയിലും ഇംഗ്ലീഷ് മാസ് ഉണ്ട്. ഞാൻ സൺഡേയിൽ ഡ്യൂട്ടി എടുക്കത്തില്ല. സൺഡേ ഓസ്ട്രേലിയയിലൊക്കെ ജോലി ചെയ്താൽ ഡബിൾ പേയ്മെൻ്റ് ആണ്. എനിക്ക് ഡബിൾ പേയ്മെൻറ്റ് വേണ്ട. എനിക്ക് അന്ന് കുർബാനയ്ക്ക് പോയാൽ മതി. ഞാൻ കുർബാനയ്ക്കാണ് പോകാൻ പ്രിഫർ ചെയ്യുന്നതും. അന്ന് ജോലി ചെയ്യാറില്ല മാക്സിമം. പിന്നെ വല്ല സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വരുവാണെങ്കിൽ രാവിലെ പോകുന്നു. 3 കുർബാനയുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കുർബാനയ്ക്ക് പോയിട്ടുള്ള ജോലി മതി എനിക്ക്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രേക്ഷിത പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം വിശ്വസ്താപൂർവം, അതായത് ഒരു ഫിസിക്കൽ ഉടമ്പടി തലത്തിലേക്ക് ഈ മകൾ വന്നപ്പോഴാണ് ഈ വലിയ ഉയർച്ച, അതുമല്ലെങ്കിൽ മരിയൻ എയർലിഫ്റ്റ് ഈ മകൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അതെ, നമ്മൾ ഈ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ശുശ്രൂഷയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഒന്ന്, സുഭാഷിതങ്ങൾ 4:23, അതായത് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സംരക്ഷിക്കുക.
കത്തോലിക്കലായിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചകൾ കുമ്പസാരം നടത്തി നാവിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാതെയും കുറ്റം കേൾക്കാതെയും പറ്റുന്ന സഹായങ്ങൾ, നിങ്ങളാൽ ആകുന്ന സഹായങ്ങൾ അത് ചെയ്യാവുന്ന മക്കൾക്ക് അത് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഈശോയെ 4 ആളോട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച്, സത്യമായി നടന്ന ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് കാണുന്ന മക്കളോടെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് നിങ്ങളൊരു ഫിസിക്കൽ ഉടമ്പടി തലത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ ഏതു നിമിഷവും ഉടമ്പടിയിലാണ് എന്നുള്ളൊരു അവബോധത്തിലേക്ക് വരുമ്പോഴാണ് ഇതുപോലുള്ള മരിയൻ എയർലിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക. ഉൽപ്പത്തി 17:1 അബ്രഹത്തോട് ഈ ഉടമ്പടി ചെയ്തപ്പോഴും പറഞ്ഞത് പ്രകാരമാണ്, എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, വിശുദ്ധിയോടെ വ്യാപരിക്കുക. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ കൃപാസനത്തിലൂടെ 2012 ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ഒരുപാട് ആധ്യാത്മിക ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴൊക്കെ അച്ഛൻ എപ്പോഴും നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും ചില സമയത്ത് ഞാൻ പെരുമാറാതെ വരുമ്പോൾ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ജോമോളെ നീ ഒരു കാട്ടുമുന്തിരിയായിരുന്നു, നിന്നെ ദൈവം വിശിഷ്യ ഉള്ള മുന്തിരിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ടു നനച്ച് വളർത്തി, എൻ്റെ തണലിൽ ഇത്രയേറെ ഉപദേശങ്ങൾ നിനക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ ദൈവം ഇത് പൊറുക്കത്തില്ല എന്ന് പറയും പോലെയാണ് മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ സ്വന്തമാക്കി. അതെ, യാതൊരു യോഗ്യതയും നോക്കാതെ ഈ ഒരു പ്രത്യക്ഷീകരണ സന്നിധാനത്തിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ജീവജലം പുറപ്പെടുന്നവരെ ഇടമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തിലേക്ക് നമ്മളെ ദൈവം നേരിട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഉടമ്പടി എടുപ്പിച്ച് ദൈവം ചേർത്ത് നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഴയ ജീവിത മാർഗങ്ങളിലേക്ക് തിരിച്ചു പോകരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. ഒരുപാട് മക്കൾ ഇതേപോലെ ഇവിടെ നിന്ന് വലിയ സാക്ഷ്യങ്ങളും കയ്യടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയവർ, പ്രത്യേകിച്ച് യുവജനതയൊക്കെ പുറത്ത് ചെല്ലുമ്പോൾ അവർ ഏത് ജീവിതമാണ് നയിക്കണമെന്ന് അത് അവർക്ക് മാത്രം അറിയാവുന്നതാണ്. എന്നെ കേൾക്കുന്ന മക്കൾ, ഈ ലിവിങ് ഓറക്കിൾസ് എപ്പിസോഡ് കേൾക്കുന്നവർ ഇത്തരത്തിൽ ഉടമ്പടി മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഫിസിക്കൽ ഉടമ്പടി തലത്തിലേക്ക് തിരിച്ചു വരണം. ഇനി ഇതേപോലെ കരിയർ തകർന്നും ഓരോരോ ജീവിത വിഷയങ്ങളിൽ ഇതേപോലെ വിഷമിച്ചും കഴിയുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യണം. നിയോഗങ്ങളെ ലക്ഷ്യം വെക്കാതെ ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ ഉടമ്പടിയിലേക്ക്, എപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു അവബോധത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക്, കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു തലത്തിലേക്ക് നിങ്ങൾ വളരണം. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ ഈ ടോണിക്ക് കിട്ടിയ ഒരു സമയച്ചുരുക്ക ദൈവാനുഭവം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും സ്വന്തമാക്കാൻ പറ്റും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമ്മ ദൈവമാതാവേ, ഈ മകളുടെ പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മ ഞങ്ങളോട് സംസാരിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും അതെ ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന്, കൃപാസനൊരു ധ്യാന കേന്ദ്രമല്ല, ഇത് പരിശുദ്ധമ്മ ജീവിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ജീവജലമായ ക്രിസ്തുവിലേക്ക് ഓരോ മക്കളെയും വലിച്ചടിപ്പിക്കുന്ന വലിയൊരു സന്നിധാനമാണെന്നുള്ളൊരു അവബോധം ഞങ്ങൾക്ക് ഓരോ നിമിഷവും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം യാതൊരു അടയാളങ്ങൾ കാണാത്തപ്പോഴും ടോണിയെ പോലെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്, ജപമാല കയ്യിലെടുത്തുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുവാൻ, ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ഓരോരോ സീലോഹ കുളമാണെന്നുള്ള വലിയ അവബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കാഴ്ച ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും കാണാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈശോയെ, ഒരുപാട് മക്കൾ വിദേശ രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയ ഒരുപാട് മക്കളുണ്ട്. അവരുടെ അറിവില്ലായ്മ മൂലം ഉടമ്പടി ഉഴപ്പിയും ഒക്കെ അനുഗ്രഹങ്ങൾ താമസിപ്പിച്ചു. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഉടമ്പടിയുടെ അറിവില്ലായ്മ മൂലം, ഉടമ്പടി ധ്യാനങ്ങൾ കൂടാത്തത് മൂലമൊക്കെ ഒരുപാട് മക്കളാണ് ഇങ്ങനെ അനുഗ്രഹങ്ങൾ താമസിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് ദൈവസ്നേഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക കാര്യങ്ങൾക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ സമയം കണ്ടെത്തി മുന്നേറുവാൻ, ഒരു ഫിസിക്കൽ ഉടമ്പടിയിലേക്ക് വരുവാൻ അവരെ പ്രത്യേകമായിട്ട് നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം
സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമില്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.